ഹലോ, വെൽക്കം ബാക്ക് ടു തോട്ട്സ് ആൻഡ് വൈബ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഓണ സീരീസിലെ 4ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മത്തങ്ങ വെച്ചിട്ട് ഓലനാണ്. കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഓലൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കണേ. കൂടാതെ ബാക്കിയുള്ള വീഡിയോസും ഓണത്തിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. കൂടാതെ തന്നെ ഓണ സീരീസ് പോലെ വിഷുവിനൊരു സീരീസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റും നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാവേ. സദ്യയ്ക്ക് പറ്റിയ ഒരുപാട് റെസിപ്പീസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓലൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാവേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മത്തങ്ങ എടുത്തിട്ടുണ്ട്. മത്തങ്ങ ഒരുപാടൊന്നും ആവശ്യമില്ല, വളരെ കുറച്ച് തന്നെ മതിയാവും. പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് അരക്കപ്പോളം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പാലാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഓലനിലേക്ക് വേണ്ടത് വൻപയറാണ്. വൻപയർ നമുക്ക് അധികം ആവശ്യമില്ല, ചെറുതായിട്ട് കുറച്ച് തന്നെ മതിയാവും. അത് നമ്മൾ കുക്കറിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു ഓലൻ്റെ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാവേ. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഓലന് റെഡിയാക്കി എടുക്കാം. ആദ്യം നമ്മൾ മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. അധികം കട്ടിയും ഇതിനാവശ്യമില്ല കേട്ടോ. ഇനി ചുവട് കട്ടിയുള്ള ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ മത്തങ്ങ ചേർത്ത് കൊടുക്കാവേ. കൂടെ തന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. നമ്മളിവിടെ 2 എണ്ണ എടുത്തിട്ടുള്ളൂ. കൂടാതെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാവേ. അപ്പോഴത്തേക്കിന് നമ്മുടെ വൻപയർ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് പോവണ്ട, കുക്കറിൽ വെച്ച് ഒറ്റയൊരു വിസിൽ മതിയാവും. പയർ ആവശ്യത്തിന് വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം കേട്ടോ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തങ്ങ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ വൻപയർ ചേർത്ത് കൊടുക്കാവേ. വൻപയർ ഇടുമ്പം ഒരുപാട് ഇടേണ്ട ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാവും. വൻപയറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാവേ. 2 മിനിറ്റിന് ശേഷം നമ്മുടെ മത്തങ്ങായും പയറും എല്ലാം നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാവേ. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അധികം നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ സമയത്ത് ഫ്ലെയിം സിമ്മിലായിരിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. തേങ്ങാപ്പാലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റ് നേരത്തേക്കിന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് പോവാതിരിക്കാനായിട്ട് നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പം നമ്മുടെ ഓലൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. മത്തങ്ങാടെ ഓലനാണോ നിങ്ങൾക്ക് കുമ്പളങ്ങാടെ ഓലനാണോ ഇഷ്ടം എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. വളരെ പെട്ടെന്ന് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന സദ്യയ്ക്ക് പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഓലന്. അപ്പോൾ എല്ലാവരും ഈ വർഷത്തെ ഓണത്തിന് ഈ ഓലനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഏത് ഓലനാണ് ഇഷ്ടം എന്ന് താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കൂടാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാനും ആരും മറക്കല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലുള്ള മറ്റ് ഓണ റെസിപ്പീസും കൂടാതെ ഒരുപാട് സദ്യക്കുള്ള കറികൾ വിഷു സീരീസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് കണ്ടു നോക്കണേ.